നമസ്കാരം. നമ്മള് കുറച്ചുനാളായി കണ്ടിട്ടും സംസാരിച്ചിട്ടും അതിന് പല കാരണങ്ങളാണ്. ഇപ്പൊ സംസാരിക്കുന്നതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, അതായത് ഞാൻ എല്ലാവരെയും പോലെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് പോയി വന്ന ആളാണ്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച കൂട്ടത്തില് ദൈവത്തിനോട് ചോദിച്ചത് എനിക്കൊരു പൂ തരണേ വേണം. ഒരു പൂ തരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ കരുണാമയനായ അദ്ദേഹം എനിക്ക് ഒരു പൂന്തോട്ടം തന്നെ സമ്മാനിച്ചു എന്നുള്ളത് അഭിമാനപൂർവ്വം ഞാൻ പറയുകയാണ്. ആ പൂന്തോട്ടത്തിന്റെ വിസ്തൃതിയിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് മലയാള സിനിമയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഉത്തരാടരാത്രി എന്നതിന് ആദ്യം ഇത്ര എടുത്ത് ഇന്നത്തെ പോലെ തോന്നുള്ളൂ. ഇതിനിടെ ഇത്ര 50 വർഷം കടന്നുപോയെന്ന് വെച്ചാൽ ഇതിനുള്ള എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. നല്ലതും ചീത്തയും, വളർത്തിയതും തളർത്തിയതുമായ എത്രയോ അനുഭവങ്ങളെല്ലാം ഉണ്ട്. ഇതിനെല്ലാം ഒരു ചിരിയോടുകൂടി കണ്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചത് അതോടൊപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു ബാലേന്ദ്രൻ സിനിമയുടെ നിലവാരം താഴോട്ട് പോകാതെ ചില പകപ്പിഴൊക്കെ പറ്റിക്കാണില്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ബാലേന്ദ്രൻ ഒരു സിനിമ എടുക്കണമെന്ന് പറയുമ്പോൾ ആണോ എന്ന് ചോദിക്കുന്ന താല്പര്യമെങ്കിലും ഈ 50-ാം വർഷമെങ്കിലും എനിക്ക് സൂക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ഈശ്വരാധീനമാണ്. അതിൽ ദൈവത്തിനോടും അതോടൊപ്പം നിങ്ങളോടും എനിക്ക് അങ്ങേയറ്റം അഗേതമായിട്ടുള്ള നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ 50 വർഷം പൂർത്തിയാകുന്ന ഈ നിമിഷം ഒന്ന് ആഘോഷിക്കണം. ജീവിതത്തിൽ ആഘോഷിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നാണ് എല്ലാവരും പറയുക. അതുകൊണ്ട് ആ ഒരു ആഘോഷം കൊല്ലത്ത് വെച്ച് പല കാരണങ്ങൾ കൊണ്ട് കൊല്ലത്ത് വെച്ച് ഈ നവംബർ 1-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് 7 മണിക്ക് ഇടയ്ക്കായിട്ട് ഞങ്ങൾ ഒത്തുകൂടുകയാണ്. അതിന് മുൻകൈ എടുത്തിരിക്കുന്നത് ചുങ്കത്ത് ജുവലേഴ്സാണ്. അവരുടെ കാർമ്മികത്വത്തിൽ താല്പര്യത്തിൽ കൊല്ലത്ത് തിരുമുല്ലാവാരത്ത് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള പിന്നീട് ഒരു ഏരിയ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏരിയയാണ്. സമ്മരൻ ബത്ലഹേം എന്നാണ് എൻ്റെ ഒരു പേര് തന്നിട്ടിരിക്കുന്നത്. അവിടുത്തെ ആ പ്ലാറ്റ്ഫോമിൽ ഞാൻ അന്നത്തെ ദിവസം എന്റെ ഇന്ന് വരെയുള്ള 50 വർഷ ജീവിതത്തിൽ എന്നെ സ്പർശിച്ചതും എന്റെ മനസ്സിൽ ഇപ്പോഴും പറ്റിപ്പിടിച്ച് നിൽക്കുന്നതുമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ, അതിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, രണ്ടും ഞാൻ വേർതിരിച്ച് കാണുന്നില്ല. സ്നേഹിച്ചവരും മോഹിച്ചവരും എല്ലാം അനുസ്മരിച്ചുകൊണ്ട് കുറച്ചു നേരം നമുക്ക് ഒരുമിച്ചിരിക്കാം. എന്റെ കുടുംബ സദസ്സ് എല്ലാവരും തിരുമുല്ലാവാരത്ത് നവംബർ 1-ാം തീയതി വരും, കൊല്ലത്ത് വരും. അത് കൊല്ലം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്നാണ് പറയുന്നതെങ്കിൽ എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ഞാൻ കൊല്ലത്തുകാരനാണ്, കൊല്ലത്തിന്റെ സ്വന്തം വകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അന്ന് അവിടെ സംസാരിക്കുമ്പോൾ കാണാം. താങ്ക് യു.